തേവലക്കര അയ്യങ്കോയ്ക്കൽ ഗവൺമെന്റ് LP സ്കൂളിൽ പുതിയ കെട്ടിടത്തിന് ശിലയിട്ടു. സംസ്ഥാന ബജറ്റിൽ നിന്നും 1 കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. തേവലക്കര കോയിവിള അയ്യങ്കോയ്ക്കൽ ഗവൺമെന്റ് LP സ്കൂളിലാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. സംസ്ഥാന ബജറ്റിൽ നിന്നും അനുവദിച്ച 1 കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം. കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA നിർവഹിച്ചു. നമ്മുടെ മണ്ഡലത്തിലെ എല്ലാ സർക്കാർ സ്കൂളുകളിലും LP, UP, ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ അതിലെ വിവിധ ഫണ്ടുകൾ നമുക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. കിഫ്ബി ഫണ്ടുകൾ ലഭിച്ച സ്കൂളുകളുണ്ട്, അതല്ലാതെ പ്ലാൻ ഫണ്ടുകൾ ലഭിച്ച സ്കൂളുകളുണ്ട്. ഇതൊന്നും ലഭിക്കാത്തടത്ത് MLA ഫണ്ടുകളോ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബഡ്ജറ്റ് ഫണ്ടോ വെച്ചുകൊണ്ട് ഈ 10 വർഷം കൊണ്ട് എല്ലാ സ്കൂളിലും ഒരു ഫണ്ട് കിട്ടിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ചിന്തകളിലേക്ക് കിടക്കുമ്പോഴായിരുന്നു ശരിക്കും ഇവിടുന്ന് ഒരു ആവശ്യം വരികയും ഇതിൻ്റെ അവസാന വർഷത്തിന് തൊട്ട് മുമ്പ് ഈ വർഷവും നമ്മൾ 2 സ്കൂളിൽ വെച്ചിട്ടുണ്ട്. അത് ശരിക്കും കുളകരവള്ളി UP സ്കൂളിന് അത് 3ാമത്തെ ഫണ്ടാണ് കൊടുക്കുന്നത്. ഈ വർഷം ബഡ്ജറ്റ് ഫണ്ട് കൊടുത്തപ്പം അതവരുടെ 3ാമത്തെ ഫണ്ടാണ്. കിഫ്ബി ഫണ്ട് ലഭിച്ചു, അതല്ലാതെ MLA ആസ്തി വികസന ഫണ്ട് ലഭിച്ചു. ഇപ്പോൾ അവിടെ അത്രയധികം കുട്ടികൾ വരുന്നുണ്ട്. അപ്പോൾ 1 കോടി രൂപ ഈ വർഷം നമ്മൾ പുതിയൊരു കെട്ടിടത്തിന് വേണ്ടി ആ UP സ്കൂളിന് കൊടുത്തിട്ടുണ്ട്. അത്രയധികം ഫണ്ട് കൊടുത്ത UP സ്കൂൾ വേറെയില്ല. അതുപോലെ തന്നെയാണ് തെക്കുമ്പോൾ LP സ്കൂളിന് 1.25 കോടിയിൽ 1 കോടി 37 ലക്ഷം രൂപ കൊടുക്കേണ്ടി വന്നു. അവിടെയും 425ഓളം കുട്ടികളാണ്, 475 കുട്ടികളാണ് LP സ്കൂളിൽ പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചില സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൻ്റെ ഒരു സമ്മർദ്ദം കാരണം അധികമായിട്ട് തുക നൽകുന്നുണ്ട്. അതല്ലെങ്കിൽ തന്നെ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുന്നതിൻ്റെ ഭാഗമായി കുട്ടികളുടെ എണ്ണം കുറവാണെങ്കിൽ തന്നെ കൂടുതൽ കുട്ടികളെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചില സ്കൂളുകളിൽ അങ്ങനെ ഫണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല എക്കണോമിക്കലായിട്ടുള്ള സ്ട്രെങ്ത് ഉണ്ട്. 140-അടുത്ത് കുട്ടികളുണ്ട് നിലവിൽ. അത് കുറച്ചുകൂടി മെച്ചപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ പുതിയ ക്ലാസ് റൂമുകളും പുതിയ ഭൗതിക സാഹചര്യം വരണം എന്ന് PTA അതുപോലെ അന്നത്തെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായ മെമ്പർ നമ്മുടെ സാഹു മിക്കവാറും എല്ലാ ദിവസവും വീട്ടിൽ വരുമായിരുന്നു. സ്കൂളിലെ PTA ആയിരുന്ന പ്രസിഡൻ്റായ സമയത്ത് ഇവിടെ കൃഷിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പ്രത്യേക താല്പര്യത്തോടുകൂടി അദ്ദേഹം തന്നെ ഇവിടെ ഒരു കൃഷിത്തോട്ടം സ്കൂളിൽ പണിയും അതിൻ്റെ ഉദ്ഘാടനങ്ങൾക്കായിട്ടും വിളവെടുപ്പിനൊക്കെയായിട്ടും പല പദ്ധതികൾക്കായിട്ടും അന്ന് സ്ഥലം വിളിക്കുകയും ചെയ്തു. ആ ഒരു കാലഘട്ടത്തിലാണ് ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ചത്. SMC ചെയർമാൻ ആര്യശ്രീ A അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം അനിൽകുമാർ B സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പാലക്കൽ ഗോപൻ, മുൻ പഞ്ചായത്ത് അംഗം ബിന്ദുമോൾ BS, സ്റ്റാഫ് സെക്രട്ടറി രശ്മി R, പ്രഥമാധ്യാപിക സന്ധ്യ SG എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.